UDF തീർച്ചയായിട്ടും സമരവുമായി മുന്നോട്ട് പോകും. ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ബിന്ദുവിന്റെ മരണം കൊലപാതകമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. രക്ഷാപ്രവർത്തനത്തിന് നിർദ്ദേശം നൽകുന്നതിന് പകരം സർക്കാരിനെ ന്യായീകരിക്കാനുള്ള വ്യഗ്രതയാണ് മന്ത്രിമാർ കാണിച്ചത്. ആരോഗ്യമന്ത്രിക്ക് ധാർമ്മികമായും നിയമപരമായും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആവശ്യമായ രക്ഷാപ്രവർത്തനം നടത്താനും നിർദ്ദേശം നൽകുന്നതിന് പകരം ഇവിടെ ആരുമില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്ന സംഭവത്തെ ലഘൂകരിക്കാനും വൈറ്റ് വാഷ് ചെയ്യാനുമാണ് അവർ ശ്രമിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് സത്യത്തിൽ ബിന്ദു മണ്ണിനടിയിൽപ്പെട്ട ബിന്ദുവിനെ രക്ഷിക്കാൻ തക്ക സമയത്തൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഉള്ള ആയുധങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ച് മണ്ണ് മാറ്റി അവരുടെ ജീവൻ രക്ഷിക്കാൻ, അവർക്ക് ശ്വാസം കൊടുക്കാൻ, പ്രാണവായു കൊടുക്കാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ അവർ 2.25 മണിക്കൂറിലധികം സമയം മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാരിനെ ന്യായീകരിക്കാനുള്ള മന്ത്രിമാരുടെ വ്യഗ്രതയാണ് കുറ്റകരമായിട്ടുള്ള ഒരു നടപടി. അതിൻ്റെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകി 2.25 മണിക്കൂർ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയ വീട്ടമ്മ ദാരുണമായിട്ട് മരണപ്പെട്ടത്. സത്യത്തിൽ അത് കൊലപാതകം തന്നെയാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ നടക്കുന്നുവെന്ന് മന്ത്രി VN വാസവൻ. തെരച്ചിൽ നിർത്തിവെച്ചു എന്നത് രാഷ്ട്രീയ ആരോപണമാണ്. വിവരമറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയിരുന്നു. ഉപയോഗശൂന്യമായ കെട്ടിടം എന്ന് പറഞ്ഞത് അവിടെ നിന്നും കിട്ടിയ വിവരം അനുസരിച്ചാണെന്നും മന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി